Greetings to all. I am Pranav Baburaj, Academic Head, Logic School of Management. We have an esteemed guest here who can share you insights about consulting, a path less chosen by CAs or other professionals. Majorly, people who complete CAs or any other professions, they majorly dive into the careers such as auditing, taxation. But these paths, that is, consulting path is a less chosen path. So we have an esteemed guest who have taken that path. I'll welcome Srividya ma'am to our session. Srividya ma'am. So let me start with the basic question I wanted to ask you today. When you completed CA, you had an option to take auditing as your career, taxation as your career, but you chose consulting. As all we know, it's a path less taken. So what was the motivation or what was your objectives while taking that career path? So as said, audits and taxation, as we speak, it has its own charm and it is always there. എപ്പോഴും അത് നമ്മുടെ ലൈഫിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ലൈഫിൽ ഓഡിറ്റും ടാക്സും ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല. അങ്ങനെ തന്നെ എൻ്റെ ഒരു നല്ലൊരു പീരീഡ്, അതായത് ഒരു 10+ ഇയേഴ്സ് ഞാൻ ഓൾറെഡി ഓഡിറ്റും ടാക്സിലും നന്നോണം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലൊരു കോൺഫിഡൻസ് നന്നായിട്ട് വന്ന് അതിൻ്റെ ഒരു പ്രോസും കോൺസും മനസ്സിലായി എവിടെയാണ് നമുക്കൊരു വാല്യൂ എഡീഷൻ ഇനി പ്ലേസ് ചെയ്യാനുള്ളത്, അതായത് എവിടെയാണ് ഗ്യാപ്സ് ഉള്ളത് എന്നെനിക്കൊരു ഞാനൊരു സെൽഫ് അനാലിസിസ് ചെയ്തപ്പോൾ ഐ തോട്ട് I'll go to management side also. That is where I chose an industry job, where I was talking to the board of directors, audit committees. So അവിടെയൊക്കെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അഡ്വൈസർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഈ കുറേയുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ശരിക്കും നന്നായിട്ടൊന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇന്റർപ്രട്ടർ അല്ലെങ്കിൽ ഒരു കമ്പൈലർ ശരിക്കും എൻ്റെ അടുത്തും ലാക്ക് ഉണ്ട് എന്ന് മനസ്സിലായി. അതുപോലെ അത്രയും നല്ലൊരു കമ്പൈലറെ വെക്കണമെങ്കിൽ അവർക്കൊക്കെ നല്ലൊരു കോസ്റ്റ് അതിന് വേണ്ടി ഇൻകർ ചെയ്യേണ്ടി വരും, ബിക്കോസ് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ എടുക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്നാണ് ഐ തോട്ട് ദെൻ എനിക്ക് ട്രഡീഷണൽ പ്രാക്ടീസിലേക്ക് പോവാണ്ട് ലെറ്റ്സ് ലുക്ക് ഇൻ ടു സംതിങ് എൽസ്. അങ്ങനെയാണ് ഞാനൊരു കൺസൾട്ടൻസിയിലേക്ക് എത്തുന്നത് ശരിക്കും. അല്ലാണ്ട് ഇതൊരു ഫസ്റ്റ് ടൈം ജോബായിട്ടൊരു കൺസൾട്ടിങ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് എ ഗുഡ് മെന്റർ യു ക്യാൻ ഡു. ഒരു CA ഫ്രഷറായിട്ട് പാസ്സായ ഒരാൾക്ക് നേരെ കൺസൾട്ടിങ്ങിൽ പോവാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ still you need a mentor who is in the consulting, because അതൊരു സ്ട്രേറ്റ് ജോബ് അല്ല. It comes out with the നമ്മുടെ ഓരോ പ്രൊഫഷണൽ സ്കിൽസും ഒന്ന് പോളിഷ് ആയി, it has to get evolved from oneself. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ദാറ്റ് ഈസ് എല്ലാം കണ്ടിട്ടുള്ള ഒരാളായിരിക്കണം. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സർജൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളുടെ ഒരു അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കൂടെ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാം. അല്ലെങ്കിൽ അയാളുടെ ഒരു മാനറിസംസും അല്ലെങ്കിൽ അയാളുടെ ഒരു വർക്കിനെ കുറിച്ചുള്ള ഒരു അപ്രോച്ചും ഒക്കെ നോക്കി നമുക്ക് പഠിച്ചാൽ നമ്മുടെ ഗ്രോത്ത് കുറച്ചും കൂടി കൺസൾട്ടന്റ് എന്നുള്ള ഒരു ഗ്രോത്ത് കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കാം. അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ path that you have to choose once you are so good at what all the other CAs are doing. If you are so good at that, then think about elevating from there and come to this. ഓഡിറ്റിംഗും ടാക്സേഷനും പറ്റില്ലാത്ത ഒരാൾക്കല്ല ഇത് പറ്റുന്നത്. ഇതെല്ലാം അറിഞ്ഞിരിക്കണം, അവരെക്കാളും കൂടുതൽ അറിഞ്ഞിരിക്കണം ഇതിൽ വർക്ക് ചെയ്യണം. അതെ, ബിക്കോസ് അതാണ് എനിക്കതിനുള്ളൊരു ലേണിംഗ്. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു മെന്ററിന്റെ കൂടെ, അതായത് ഇപ്പൊ ഒരു നല്ലൊരു കൺസൾട്ടൻസി ചെയ്യുന്ന ബിഗ് ഫോഴ്സ് ഒക്കെ ഈ കൺസൾട്ടൻസി ചെയ്യുന്നുണ്ട്, പക്ഷെ ദാറ്റ് ഈസ് ഇൻ ദ ബിഗ് ടാക്സ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന്റെ കൂടെ ആ ടീമിന്റെ കൂടെ കയറിയാലും നമുക്ക് ഗ്രോത്ത് ചെയ്യാൻ പറ്റും. ബട്ട് വാട്ട് ഐ സജസ്റ്റ്, നമ്മളുടെ ഒരു പാത്ത് എന്ന് പറഞ്ഞ ഒരു സെൽഫ് ആയിട്ട് ചെയ്ത പാത്ത് ആയതുകൊണ്ട് ഇറ്റ് ടുക്ക് ദിസ് മച്ച് ഇയേഴ്സ്. ബട്ട് ഇഫ് ഇറ്റ് ഇസ് ഇൻ സം അതർ ഗുഡ് കൺസൾട്ടൻസി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മറ്റുള്ള മാനേജ്മെന്റ് കൺസൾട്ടന്റ് ഫോംസോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അങ്ങനത്തെ കമ്പനീസിലേക്കാണോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊഫഷണൽ ഫേംസിലേക്ക് നമ്മളൊരു ഇന്നായി കഴിഞ്ഞാലും നമുക്ക് അതിലേക്കുള്ളൊരു ഗ്രോത്ത് കിട്ടും.